1962 തുടങ്ങിയതാണ് സെന്റ് തോമസ് ബസിന്റെ ഈ യാത്ര. കാനം എന്ന ഗ്രാമത്തിന്റെ ഹൃദയത്തിലൂടെയുള്ള യാത്ര. ആദ്യകാലത്ത് മോളിബ് എന്നായിരുന്നു പേര്. പിന്നീട് സെന്റ് തോമസ് എന്നാക്കി മാറ്റി. സെന്റ് തോമസിൽ കയറി കാനത്തുകാർ കോട്ടയം പട്ടണം കണ്ടു. അതിനകത്തെ എല്ലാ സ്റ്റാഫും നല്ല സൗമ്യതയുള്ളവരാ. നമ്മളൊരാള് പ്രായമായിരിക്കുന്നവരോ കുഞ്ഞുങ്ങൾ കയറിയാൽ അവർ കയറി അവരെ സീറ്റിൽ ഇരുത്തിയതിന് ശേഷമേ ആ ബസ് വിടത്തുള്ളൂ. ഈ ഗ്രാമത്തിന്റെയും ഇതിന് ചുറ്റപ്പെട്ട പ്രദേശങ്ങളിലെയും വിദ്യാഭ്യാസത്തിന് ഏറെ പ്രാധാന്യം നൽകുകയും ആ വിദ്യാഭ്യാസ സമയം അനുസരിച്ച് തന്നെ ക്രമീകരിക്കപ്പെട്ട ഒരു ബസ്സായിരുന്നു സെന്റ് തോമസ്. അത് വിദ്യാർത്ഥികൾക്ക് ഇന്നേ വരെ ഒരു മോശം അനുഭവമോ ബസ് ഇല്ലാതാകുന്ന ഒരു സന്ദർഭമോ ഉണ്ടായിട്ടില്ല. സർവീസ് തുടങ്ങിയ നാൾ മുതൽ ഇന്ന് വരെ ഒരു ദിവസം പോലും ബസ് ഓട്ടം നിർത്തിയിട്ടില്ല. യാത്രാ സൗകര്യം തീരെ ഇല്ലാതിരുന്ന കാനം, ചാമമ്പതാൽ മേഖലകളിൽ നിന്ന് കോട്ടയം നഗരത്തിൽ പോയി പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ആശ്രയമായിരുന്നു സെന്റ് തോമസ്. കാനത്തിന്റെ ഈ പ്രദേശത്തുള്ള ആളുകളുടെ യാത്രയെ ഒരുപാട് സഹായിക്കുന്ന ഒരു വാഹനമാണ്. ഏറ്റവും വലിയ അത്ഭുതം, ഓരോ കാലഘട്ടത്തിൽ ഓണർമാരായി കടന്നു വന്ന ആളുകളെല്ലാം അവരെല്ലാം ഈ പ്രദേശത്തുള്ള ആളുകളുമായി ഏറെ സൗഹൃദവും സ്നേഹവും കൊണ്ടുവന്നതാണ്. ബസ് ഇപ്പോൾ റൂട്ട് സഹിതം മറ്റൊരാൾക്ക് വിൽക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിലാണ് നാട്ടുകാർ ആദരവ് സംഘടിപ്പിച്ചത്. കോട്ടയത്തെ സ്വാഗത ഹോട്ടൽ നടത്തിക്കൊണ്ടിരുന്ന അവരുടെ ഉടമ മോളി മോട്ടേഴ്സ്, ആ മോളി മോട്ടേഴ്സിലെ പുള്ളിയും ഞങ്ങളും എല്ലാം കൂടെ പോയി ശ്രമിച്ചിട്ടാണ് റൂട്ട് സാങ്ഷനായത്. അങ്ങനെയാണ് ഇവിടെ കാനത്തിലേക്ക് ആദ്യത്തെ ബസ് വന്നത്. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് അവർ വിട്ടിട്ട് സെന്റ് തോമസ് വന്നു. എന്തായാലും ഉടമ മാറിയെങ്കിലും കാനംകാരുടെ ജീവിതത്തിന്റെ ഭാഗമായ സെന്റ് തോമസ് ഇനിയും യാത്ര തുടരും. നാടിന്റെ വികാരമായി തന്നെ. മാതൃഭൂമി ന്യൂസ്, കോട്ടയം. ഷിനോജ്, വളരെ ഒരു സന്തോഷം തോന്നുന്ന വാർത്തയാണ്. ഇപ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരിക പിറവം മണിയുടെ റൂട്ടിലോടുന്ന അമ്പിളിയും രാജ്കുമാറും തെക്കേഡൻസും, അല്ലെങ്കിൽ പഴയന്നൂർ തൃശ്ശൂർ റൂട്ടിലോടുന്ന വിമലയും സജീവും, ഇങ്ങനെ കുറച്ച് ബസ്സുകളാണ്. അതിപ്പോൾ എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നത്. അത് നമ്മുടെ ഒരു സ്വപ്നങ്ങളുടെ ലോകത്തേക്കുള്ള യാത്ര കൂടിയാണല്ലോ. ഇപ്പോൾ 5 കിലോമീറ്ററാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ പോലും അതങ്ങനെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ നാട്ടുകാരുടെ ഒരു സ്നേഹം അത് എത്രത്തോളമാണ്. ഇത്രയും വർഷം അവരായിട്ടുള്ളൊരു ബന്ധം, എത്ര തലമുറ ഒരുപക്ഷെ ജീവനക്കാരായി തന്നെ ആ ബസ്സിൽ മാറി വന്നിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ എന്താണ് ആ ബസ്സിലെ ആളുകളൊക്കെ പറഞ്ഞു, ബസ്സിലെ ജീവനക്കാർ അവരുടെയും ഹൃദയം നിറഞ്ഞു കാണും. ആ നാട്ടുകാരുമൊക്കെ എന്ത് പറഞ്ഞു? ആ ബസ് ഇനി അവിടെ തുടരുമല്ലോ അല്ലേ, റൂട്ട് ആള് മുതലാളിയൊക്കെ മാറിയാലും? ദിവിഷ, ഈ കാനത്ത് പോയി നമ്മൾ ആരോട് ചോദിച്ചാലും അവർക്കെല്ലാം ഈ സെന്റ് തോമസുമായി ബന്ധപ്പെട്ട ഒരുപാട് കഥകൾ പറയാനുണ്ട്. പ്രത്യേകിച്ച് പഠനത്തിനാവശ്യമായി ബസ്സിൽ പോയ സമയത്ത് ഈ ബസ്സിൽ പ്രസവിക്കുന്നതിന് വേണ്ടി ആശുപത്രിയിൽ ഈ ബസ്സിൽ പോയി തിരികെ കുഞ്ഞുമായി ഇതേ ബസ്സിൽ തന്നെ വീട്ടിൽ വന്ന അനുഭവങ്ങൾ, അത്തരത്തിൽ ഒരുപാട് അനുഭവങ്ങൾ. 62 വർഷക്കാലം എന്ന് പറയുന്നത് ചിലർ കാലയളവല്ലല്ലോ. അത്തരത്തിൽ 62 വർഷം ആ ഒരു ബസ്സുമായി അതിലെ ജീവനക്കാരുമായി ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മബന്ധം അതിപ്പോഴും ഈ കാനത്തുള്ള ആളുകൾക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ 62 വർഷം പൂർത്തിയാകുന്ന സമയത്ത് ഇത്തരത്തിൽ ഒരു ആദരവ് ഈ ബസ്സിലെ ജീവനക്കാർക്കും ഉടമയ്ക്കും ഒക്കെ നൽകാൻ ഈ നാട്ടുകാരെല്ലാം കൂടി ചേർന്ന് തീരുമാനിച്ചത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ബസ് എന്തായാലും ഇപ്പോഴും അവിടെ തുടരുകയാണ്. റൂട്ട് സഹിതമാണ് ഇപ്പോൾ പുതിയ മുതലാളിക്ക് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ യാത്ര ഇനിയും തുടരും. അതുകൊണ്ട് നാട്ടുകാർക്ക് അല്പം ചെറിയ പ്രശ്നങ്ങളൊന്നുമില്ല, പേടിയൊന്നുമില്ല, അവർക്ക് വിഷമവുമില്ല. കാരണം സെന്റ് തോമസ് എന്ന പേര് പോലും മാറ്റാതെയാണ് ഈ പുതിയ മുതലാളി അത് ഏറ്റെടുത്തിരിക്കുന്നത്. എന്തായാലും ഈ കാനത്തുള്ള നാട്ടുകാരൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവരുടെ സമയമാണ്. കാരണം ഈ സെന്റ് തോമസ് എത്തുന്നതനുസരിച്ചാണ് അവരുടെ സമയമൊക്കെ ക്രമീകരിക്കുന്നത്. സെന്റ് തോമസ് അല്പം 5 മിനിറ്റ് താമസിച്ചാൽ അവരുടെ ജീവിതത്തിൻ്റെ 5 മിനിറ്റ് അല്പം താമസിക്കുകയാണ്. സെന്റ് തോമസ് 5 മിനിറ്റ് നേരത്തെ എത്തിയാൽ അവരുടെ ജീവിതത്തിൻ്റെ ഒരു 5 മിനിറ്റ് അല്പം നേരത്തെ ആവുകയാണ്. ആ രീതിയിലൊക്കെ അവരുടെ ജീവിതവുമായൊക്കെ വളരെ ആഴ്ന്ന ബന്ധമുള്ള ഒരു ബസ്സാണ്. കോട്ടയത്തെ സംബന്ധിച്ച് കോട്ടയം എന്നൊരു പട്ടണത്തെ കാനവുമായി നിന്ന് ചെറിയ ഗ്രാമമായി ബന്ധിപ്പിക്കുന്നത് ഈ ബസ്സായിരുന്നു. അങ്ങനെ അത്തരത്തിലൊരു ബന്ധം ഈ ബസ്സുമായി എപ്പോഴും അവർ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ വലിയ ഒരു 50-60 വർഷം ഒക്കെ പ്രായമുള്ള ആളുകൾക്കൊക്കെ സംബന്ധിച്ച് അവരുടെയൊക്കെ ഒരു ഓർമ്മ ഇപ്പോഴും അവർ പറയുന്നത് സെന്റ് തോമസ് ആയിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ നാട്ടിലൂടെയൊക്കെ ഈ ബസ് ഇങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോഴും അവർ നോക്കി നിൽക്കും. അവരുടെ പഴയ ബാല്യകാലമൊക്കെ അവരുടെ കൺമുന്നിലൂടെ ഇങ്ങനെ പോകുന്നതായിട്ടൊക്കെ അവർക്ക് തോന്നും എന്നൊക്കെയാണ് ഇന്നലെ നമ്മൾ സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞത്. എന്തായാലും ബസ് ഇപ്പോഴും യാത്ര തുടരുകയാണ്. ഇത്തരത്തിലുള്ള ഈ ഓർമ്മകൾ അത് വീണ്ടും തുടരട്ടെ. കാനത്തുകാരെ സംബന്ധിച്ച് ഈ സെന്റ് തോമസിലൂടെയുള്ള ഈ ഒരു യാത്രകൾ അത് ഇനിയും തുടർന്നുകൊണ്ടേ തന്നെ ഇരിക്കട്ടെ.
ശരിയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ പലരും അവരവരുടേതായ ടൂ വീലർ ആണെങ്കിലും കാറൊക്കെ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് സ്വകാര്യ ബസ്സുകളിലേക്ക് ആളുകൾ എത്തുന്ന ഇപ്പോഴത്തെ ഒരു ജനറേഷൻ കുറവായിരിക്കും. പക്ഷെ അവർക്കുമൊക്കെ എന്തായാലും ആ പഴയ ഓർമ്മകൾ എന്തായാലും സ്വകാര്യ ബസ് സർവീസുകളുണ്ട്. നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. സെൻറ് തോമസിന് എല്ലാവിധ ആശംസകളും ആ നാട്ടുകാർക്കും. ശരി ഷിനോജ്.